അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അവസാന സെഷനിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഒരു സംസാരം നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഓക്കെ. ما رأيك أن أعرفك على صديقي في اليمن معاق يمشي للمسجد كل يوم وأحيانا يزحف زحفا لكي يصل. يتعب ولكنه لا يفوت تكبيرة الإحرام. ونحن لا نستطيع ولا نذهب. هل تظن أن هذا كل ما في الأمر؟ لا، إنه حريص على الصف الأول، يأتي مبكرا ويقرأ القرآن ولا يكتفي بهذا، بل يضطر بعد صلاة المغرب كل يوم أن يتسلق درج المسجد بمشقة لكي يصل إلى الدور الثاني. ماذا يوجد في الدور الثاني؟ له مشارك في حلقة تحفيظ مع أنه مشلول، يتكلم بصعوبة ولكنه يضغط على إعاقته بإصرار لكي ينطق القرآن بصوته مع ما في ذلك من تعب. عما تسألون عما يعلمون الذين هم فيه مختلفون. السلام عليكم. كمال، كيف حالك؟ الحمد لله. طيب. الحمد لله. ഒരു കുറച്ച് മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അത് കാണിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ആ കുട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ശാരീരിക പ്രശ്നമുള്ളൊരു കുട്ടിയാണ്. നടക്കാൻ കഴിയൂല, സംസാരശേഷിയില്ല, അവൻ്റെ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ കഴിയണില്ല. എന്നിട്ട് അവന് എല്ലാ നിസ്കാരത്തിനും ഒന്നാമത്തെ സൊഫിൽ അവൻ എത്തും. അവൻ പള്ളിയുടെ നിസ്കാരവും കഴിഞ്ഞ് അതിൻ്റെയും മുകളിലുള്ള നിലയിൽ പോയിട്ട് അവൻ ഖുർആൻ പഠിക്കും. എന്നിട്ട് അവൻ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചത് എന്തൊക്കെയാണ് വിശേഷം എന്നാണ് ചോദിച്ചത്. അവൻ പറഞ്ഞത് വളരെ സന്തോഷമാണ്. ഞാൻ ഈ വീഡിയോ കാണിച്ചതിനൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഒരു പ്രശ്നത്തോടു കൂടി ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സംസാരശേഷിയില്ലാത്ത. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഇത്രയും സമയം ഇരുന്നിട്ട് എത്ര ക്ലാസ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണേ. ആ കുട്ടി ഒരുപാട് കുറവുണ്ട്. ആ കുട്ടിക്ക് പടച്ച റബ്ബിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കാരണം പറയാം. അള്ളാഹുവെ, ഞാനൊരു ക്ലാസ്സിനും പോകാതിരുന്നത് എനിക്ക് നടക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ അവന് പറയാം, ഞാൻ ക്ലാസ് പോയി ഞാൻ നിസ്കരിച്ച് പോരും, ഞാൻ ഖുർആൻ ഓതാനും പഠിക്കാനൊന്നും ശ്രദ്ധിക്കാതിരുന്നത് എനിക്ക് മര്യാദക്ക് ഓതാൻ കഴിയില്ല, എന്തൊക്കെ കാരണം പറയാം. പക്ഷെ ആ കുട്ടി കൃത്യമായിട്ട് ഹിഫ്ള് പഠിക്കുന്നു, അത് ഉസ്താദിന് ചൊല്ലിക്കൊടുക്കുന്നു. നമ്മൾ ഇന്ന് രാവിലെ മുതൽ വന്ന് ഇത്രയും സമയമായിട്ട് ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ നടന്നു. എത്ര ക്ലാസ് നല്ല ശ്രദ്ധാപൂർവ്വം അടുത്തുള്ളവരോട് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചെയ്യാതെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്ന എത്ര ആളുണ്ടാവും? നമ്മൾ വെറുതെ നമ്മൾ ചിന്തിച്ചു നോക്കി. ഇനി രണ്ടാമത്തത്, ഇത്രയും പ്രശ്നമുള്ള ഈ കുട്ടി, അവനോട് അവസാനം ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചത് എന്താ നിങ്ങളെ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഭയങ്കര സന്തോഷമാണെന്നാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, ഞാൻ പിന്നെ ഭയങ്കര ക്ലാസ് എടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്നിച്ച് പറയാം. ഇനി എനിക്ക് പ്രത്യേകം ചില ആൾക്കാരോട് ചോദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്നെ കളർ കുപ്പായിട്ട് എന്നെ റോയിലിരിക്കണ കുട്ടി പറഞ്ഞു എന്ന് ഞാൻ പറയും. അപ്പോൾ അവർക്ക് പറയാം കേട്ടോ. ശരി. ഒന്നാമത്തെ ചോദ്യം പൊതുവായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഈ കുട്ടി, ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ കുട്ടിക്ക്, ഈ കുട്ടിയുടെ ജീവിതം സന്തോഷമാണോ, എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് സന്തോഷമാണ് എന്നാണ്. നമുക്ക് നമ്മളോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ്. നമ്മുടെ ജീവിതം നമ്മൾ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടോ? ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം.
നമ്മൾ ആസ്വദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണം സുഭിക്ഷമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും അല്ലേ? നമുക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമുണ്ടാവും, ചില കടയിലെ ഭക്ഷണം ഇഷ്ടമായിരിക്കും, അവിടെ പോയിട്ട് നല്ല സന്തോഷത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ വിശപ്പിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഭക്ഷണത്തെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്, വിശപ്പ് എന്ന് പറയുന്ന ഒരു പ്രയാസത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവും. നടക്കാൻ കഴിയില്ല എന്ന പ്രയാസത്തെ, സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന പ്രയാസത്തെ ആ കുട്ടി ഞാൻ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിശപ്പിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, നമ്മൾ പലപ്പോഴും ആസ്വദിക്കുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് ആരോഗ്യം. ആരോഗ്യത്തെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, നമുക്ക് ഓടാനും ചാടാനും ഒക്കെ ശേഷിയുണ്ട്. പക്ഷേ നമ്മുടെ വേദനയെ നമ്മൾ ആസ്വദിക്കാറുണ്ടാവും, നമ്മുടെ രോഗത്തെ. എനിക്ക് രോഗമാണെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന രോഗത്തെ ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ ഡോറ് കോളിംഗ് ബെല്ലടിച്ച് ഡോറ് തുറന്നപ്പോൾ ഡോറിൻ്റെ മുന്നിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. ഇയാൾ ഡോറ് തുറന്ന് നേരെ വാപ്പ കുട്ടിയെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുട്ടിയെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മൂപ്പരുടെ ബാഗ് അവിടെ കൊണ്ടുപോയി വെച്ച് മൂപ്പര് ഭാര്യയോട് ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ മേശപ്പുറത്ത് ഇരുത്തി കുട്ടിക്ക് ഇങ്ങനെ ആദ്യം ഒരു ഉരുള വായിലേക്ക് വെച്ചു കൊടുത്ത്. അപ്പം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ പ്രായം എനിക്ക് തോന്നുന്നില്ല, എന്നാൽ കയ്യിലെടുത്തിട്ടാണ് കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അയാൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞെന്തറിയോ, ഈ കുട്ടിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. അപ്പം എങ്ങനെ ഉണ്ടാകുന്നു? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവൻ 21 വയസ്സായിരുന്നു. 21 വയസ്സായിട്ട് 3 വയസ്സുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ കയ്യിലെടുത്തിട്ടാണ് ആ ഉപ്പ കൊണ്ട് നടന്ന് ഭക്ഷണം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഓടിയെത്തുന്നുണ്ട്, നമ്മളെല്ലാ ഗ്രൗണ്ടിലും ഉണ്ടാവും, എല്ലാ ടൂറിലും ഉണ്ടാവും, അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ വേദനകളെയും നമ്മുടെ പ്രയാസങ്ങളെയും രോഗത്തെയും നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടത്, നേട്ടങ്ങളെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെയൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടി, അത് മത്സരത്തിലാവാം, അത് പരീക്ഷയിലാവാം, അത് കളികളിലാവാം, ഒക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, ആ നഷ്ടപ്പെട്ട കാര്യത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാറുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒന്നിച്ചാണോ ചോദിക്കണേ? നമ്മുടെ നേട്ടങ്ങളെ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ആസ്വദിക്കുന്നു, നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ, ഈ കുട്ടിക്ക് സംസാരത്തിന്റെ ശേഷിയില്ല, ഈ കുട്ടിക്ക് നടക്കാനുള്ള ശേഷിയില്ല, അവൻ അതിനെ ആസ്വദിക്കുന്നു, ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുന്നു. നമുക്ക് നമ്മുടെ നഷ്ടങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാറുണ്ടോ എന്നാണ്. മൂന്നാമത്തൊന്ന്, അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കണത്, ഐശ്വര്യത്തെ നമ്മൾ ആസ്വദിക്കും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത സാമ്പത്തിക ശേഷി, നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടെത്താനുള്ള അവസ്ഥയൊക്കെ ഉണ്ട്, അതിനെ നമ്മൾ ആസ്വദിക്കും. പക്ഷേ ഇല്ലായ്മയെ ആസ്വദിക്കാൻ നമുക്ക് കഴിയാറുണ്ടാവും. ഒരു ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, അതിനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ എന്നുള്ളതാണ്. ശരി, ഇനി നമ്മൾ ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങൾ പറയാൻ പോവാണ്. ചിലത് ഞാൻ പറയും, ചിലത് നിങ്ങൾ പറയും കേട്ടോ, നമ്മൾ ഒന്നിച്ച് പറയാണല്ലോ. ഇപ്പോ ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഖന്തക്ക് യുദ്ധത്തിന്റെ സമയമാണ്. ഈ ഖന്തക്ക് യുദ്ധത്തിന് ആ പേര് വരാനുള്ള ഒരു കാരണം ഉണ്ടല്ലോ. കിടങ്ങ് കീറിയിട്ടാണ് ആ യുദ്ധം നടന്നത് അല്ലേ? ആ കിടങ്ങ് കീറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ വലിയ കിടങ്ങ് കീറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ കേബിൾ ഇടാൻ വേണ്ടി കിടങ്ങ് കീറുന്ന പോലെയല്ല. ഒരു ഒട്ടകം കാലെടുത്ത് വെക്കാൻ പറ്റാത്ത, ഒരു കുതിരയുടെ പുറത്തൊരാൾ വന്നാൽ മറികടക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വിശാലമായ കിടങ്ങ് കീറണം. ഇന്ന് നമ്മൾ മദീനയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഖന്തക്കിൻ്റെ അതിൽ പോകുമ്പോൾ, ചിലപ്പോൾ അവിടെ നമ്മുടെ വണ്ടി പോകുന്ന റോഡ് ഈ കിടങ്ങ് തൂർത്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്. ചില റോഡുകൾ അത്രയും വലിയ കിടങ്ങ കീറണേ, JCB ഇല്ല, ഒരു സാധനമല്ല. അപ്പോൾ ഇവർക്ക് വിശപ്പില്ല, ഭക്ഷണമല്ല, ഭയങ്കര പ്രയാസത്തിലാണ്. ആ സമയത്ത് ചില സ്വഹാബിമാർ വന്നിട്ട് നബിയോട് പറഞ്ഞു, റസൂലേ വല്ലാത്ത വിശപ്പുണ്ട്, ഞങ്ങൾ നോക്കി വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ ഈ കിടങ്ങ് കീറുന്നത്. അപ്പം റസൂൽ എന്താ ഉത്തരം കൊടുത്തല്ലോ അല്ലേ? റസൂൽ എന്താ പറഞ്ഞേ? ആ ബാക്കിലിരിക്കുന്ന ആൾക്കാർ റസൂൽ എന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ എത്ര കല്ല് കെട്ടിയിട്ടുണ്ട്? 1, ഞാൻ 2 കല്ല് വെച്ച്. അപ്പോൾ നോക്കൂ നിങ്ങൾ,
ആ വിശപ്പ് എന്ന ഭക്ഷണം കഴിക്കാനില്ല എന്ന പ്രയാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആസ്വദിച്ചുകൊണ്ടാണ് ആ കിടങ്ങ് കീറുന്ന കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒന്ന് ഒരു സ്വഹാബിയുടെ ചരിത്രം, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഉർവത്ത് ബിൻ സുബൈർ, ആ ചരിത്രത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? അദ്ദേഹത്തിന് കാലിലൊരു മുറിവ് പറ്റി. ഈ കാലിൽ മുറിവ് പറ്റിയപ്പോൾ ഡോക്ടർമാർ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ആ കാലെന്തായാലും മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് മുറിക്കാൻ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടായിരുന്നു. ആ മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടു. അപ്പൊ രണ്ട് നഷ്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഒരുപാട് കാലം തൻ്റെ കൂടെ ഉണ്ടായ, ഒരുപാട് ദൂരങ്ങളിലേക്ക് നടന്നുപോയ, ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച തൻ്റെ കാലുകളിൽ ഒരു കാല് മുറിച്ചു കളയാൻ. തൻ്റെ മക്കളിൽ ഒരു മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് മരണപ്പെട്ട് അവൻ്റെ മയ്യത്ത് മറവ് ചെയ്യാൻ ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെന്തറിയോ? അല്ലാഹുവേ, നീ എനിക്ക് കയ്യും കാലുമായി 4 എണ്ണം തന്നു. 2 കയ്യും 2 കാലും തന്നു. അതിൽ ഒന്നിനെ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി 3 എണ്ണം ഇപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് നീ. അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് മക്കളെ തന്നു. അതിൽ ഒരു കുട്ടിയെ നീ തിരിച്ചു വിളിച്ചിട്ടുള്ളൂ. ബാക്കി മക്കൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് പ്രശ്നമല്ല. നേരത്തെ പറഞ്ഞത്, നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും നമ്മൾ. പക്ഷേ സ്വന്തം കാല് മുറിച്ചിട്ടും സ്വന്തം മകൻ മരണപ്പെട്ടിട്ടും ഉർവത്ത് ബിൻ സുബൈർ സന്തോഷിക്കാൻ. മൂന്നാമത്തെ ഒരു ചരിത്രം മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഇമ്രാൻ ബിൻ ഹുസൈൻ, അദ്ദേഹത്തിന് രോഗം വന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആരോഗ്യത്തെ നമ്മൾ ആസ്വദിക്കാൻ. അപ്പം നമ്മൾ രോഗിയായി കിടക്കാൻ. അള്ളാഹു അത്തരം രോഗങ്ങൾ നോക്കി നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രോഗിയായി കിടക്കുന്ന ആളുടെ അടുത്ത് വന്നാൽ നമ്മൾ രോഗികളെ കാണാൻ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രോഗിയെ പോലും സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരിക്കലെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാലൊന്ന് കൈവന്തിക്കും, വെറുതെ നോക്കാൻ. അള്ളാഹു നമുക്കൊക്കെ അതിന് പ്രതിഫലം തരട്ടെ. മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ രോഗിയായി കിടക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു വാതരോഗം പോലെ എഴുന്നേൽക്കാനും നടക്കാനൊന്നും പറ്റാത്തൊരു രോഗാവസ്ഥയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ട് അവസ്ഥയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ കരഞ്ഞു. ഇദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയണില്ല, എന്തിനധികം ടോയ്ലറ്റ് പോകാൻ പോലും കഴിയാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ബാക്കിയുള്ളവർ കരഞ്ഞപ്പോൾ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയണേ, എന്തിനാണ് നിങ്ങൾ കരയണത്? അള്ള എനിക്ക് തെരഞ്ഞെടുത്ത് തന്ന ഈ രോഗത്തിന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. അപ്പൊ അള്ള എനിക്ക് തെരഞ്ഞെടുത്ത് തന്ന രോഗത്തിന്റെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ കരയണേ? ഈ രോഗത്തിന് എനിക്ക് പ്രതിഫലം കിട്ടും, എനിക്ക് കൂലി കിട്ടും. നാലാമത്തെ ഒരു ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പിന്നെ ഈത്തപ്പനന്റെ ഓലോണ്ടൊക്കെ ഉണ്ടാക്കിയ പായലൊക്കെ കിടന്ന് റസൂലിന്റെ ആ സൗന്ദര്യമുള്ള ശരീരത്തിൽ ആ പായന്റെ അടയാളങ്ങളൊക്കെ വന്നിങ്ങനെ റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് പോകണുണ്ടപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, റസൂലെ, നിങ്ങൾക്ക് അത്യാവശ്യം തരക്കടില്ലാത്ത നല്ലൊരു കിടക്ക ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഇവിടെ നമ്മുടെ ഇല്ലായ്മയൊന്നും പ്രശ്നമല്ല, നമുക്ക് സന്തോഷിക്കാനുള്ളത് പരലോകത്ത് സ്വർഗത്തിലല്ലേ. ആലോചിച്ചോക്കെ, ഒരു ഇല്ലായ്മയെ നമ്മൾ നേട്ടങ്ങളിൽ സന്തോഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായ്മയിൽ സന്തോഷിച്ചു എന്നതാണ്. ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, എങ്ങനെയായിരിക്കും റസൂലിനും സഹാബത്തിനും ഒക്കെ ഇതിന് കഴിഞ്ഞത് എന്നാണ്. ശരീരത്തു നിന്നൊരു കാല് മുറിച്ചു മാറ്റിയിട്ടും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയാൻ, രോഗിയായി അനങ്ങാൻ കഴിയാതെ കിടക്കുമ്പോഴും കൂട്ടുകാരോട് നിങ്ങൾ കരയണ്ട, ഞാൻ സന്തോഷവാനാണെന്ന് പറയാൻ, ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയിലും വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ടും അമ്മക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറയാൻ അവർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് എന്നാണ്. അതിൻ്റെ ഉത്തരം അവർക്കുണ്ടായ ഒരു തിരിച്ചറിവാണ്. അതാണ് ഞാൻ എൻ്റെ വിഷയത്തിൽ പറയുന്നത് കേട്ടോ. അവർക്കുണ്ടായ ഒരു തിരിച്ചറിവ്. അവർ തിരിച്ചറിഞ്ഞ എന്തിനാന്ന് വെച്ചാൽ 2 കാര്യത്തെയാണ്. അള്ളാനെ അവർക്ക് മനസ്സിലായി, പരലോകത്തെ അവർക്ക് മനസ്സിലായി. 2 കാര്യം മനസ്സിലായത് എന്തൊക്കെയാ? ഒന്ന് ഉറക്കെ പറയാം. ഒന്ന്, അള്ളാനെ അവർക്ക് മനസ്സിലായി. രണ്ടാമത് പരലോകത്തെ മനസ്സിലായി. അപ്പൊ അള്ളാഹുവിനെയും പരലോകത്തെയും മനസ്സിലായപ്പോ അവരുടെ മനസ്സിലുണ്ടായ ചിന്ത എന്താ അറിയോ? പടച്ചോനാണല്ലോ ഇപ്പൊ എനിക്ക് രോഗം തന്നത്, ആ രോഗം അള്ള മാറ്റിത്തരും. ഇപ്പോ കഴിഞ്ഞ മാസം നിങ്ങളെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവളുടെ അസുഖം എന്താ പറയുക? ക്യാൻസറാണ്. ക്യാൻസർ തൊണ്ടയിലാണ്. ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടായിട്ട് ആമാശയം എടുത്തു കളഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ എത്ര തവണ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ എത്ര വട്ടം അൽഹംദുലില്ലാ എന്ന് പറയണമെന്നറിയോ?
ആലോചിച്ചോക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾ ഇരിക്കുകയാണ്, ആ കുട്ടിയുടെ ആമാശ എടുത്തു കളഞ്ഞതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ടൈപ്പ് ഒരു ഭക്ഷണം ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റൂല. ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന കഴിഞ്ഞ മാസം ഒരു കുട്ടി അയച്ച മെസ്സേജിനെ കുറിച്ച് ഞാൻ പറയണേ. അവൾക്ക് തൊണ്ട അടഞ്ഞിട്ട് അവളുടെ ഇത്താത്ത അയച്ച മെസ്സേജിലുള്ള എന്താ അറിയോ, ഉസ്താദേ ഒരു വടി എടുത്തുകാണ്ട് ഇങ്ങനെ വായിലിട്ട് കുത്തി ഇറക്കിയാൽ പോലും ഭക്ഷണത്തിൻ്റെ ഒരു തരി താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവള്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ ആ കുട്ടി അങ്ങനെ അസുഖം വന്ന് കിടക്കുന്ന സമയത്ത് അവളുടെ വീട്ടുകാർ കുറച്ചിങ്ങനെ ശിർക്കൻ വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു പറഞ്ഞു നമുക്ക് ഏതെങ്കിലുമൊക്കെ തങ്ങളെടുത്ത് പോവാ. ആ കുട്ടി പറഞ്ഞ എന്താ അറിയോ, എൻ്റെ അസുഖം അള്ള തന്നതാണ്, എൻ്റെ അസുഖത്തെ മാറ്റാനും അള്ളാഹ്ക്കേ കഴിയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വേറൊരു തങ്ങളെടുത്തേക്കും ഒരു ജാറത്തിൻ്റെ അടുത്തേക്കും എന്നെ കൊണ്ടുപോണ്ടാന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ പടച്ചോൻ തരുന്നതാണ് ഈ പ്രയാസമൊക്കെ. എൻ്റെ കാല് മുറിച്ചു, അത് അള്ളാന്റെ തീരുമാനമാണ്. എനിക്ക് രോഗം വന്നു, അള്ളാന്റെ തീരുമാനമാണ്. ഈ രോഗം നമുക്ക് വരൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അള്ളാന്റെ തീരുമാനമാണ് എന്ന് കരുതുമ്പോൾ നമുക്ക് സമാധാനിക്കാൻ പറ്റും. നമ്മൾ ശരിക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തവക്കുലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പടച്ചൊന്നെ സഹായിക്കും. പരീക്ഷയുടെ തലേന്ന് നമ്മൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ച്, ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്, നമ്മൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടച്ചോനെ ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, ഇനി ബാക്കി അള്ളാഹ് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. രോഗത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ മേലത്തെ വ്യാഴാഴ്ച എൻ്റെ വളരെ അടുത്ത ഒരാൾ പിന്നെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് അയാൾ രാത്രി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ നടത്തണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പിന്നെ നമുക്ക് നാളെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ നാളേക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇത്രയും സമയം കാത്തിക്കണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു നല്ല കോംപ്ലിക്കേറ്റഡ് ആവൂലേ പ്രശ്നം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിലും നാളെ നടത്തുകയാണെങ്കിലും ഒരേ കോംപ്ലിക്കേഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കൂടെ ഉള്ള ഒരാൾ ചോദിച്ചു എന്നാൽ നാളെ രാവിലെ നടത്താൻ പറ്റുമോ ചോദിച്ചു. നാളെ രാവിലെ നടത്തണമെന്നില്ല, ഉച്ചയ്ക്ക് ശേഷം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഡോക്ടർക്ക് മനസ്സിലായിണ് ഇയാൾ മാക്സിമം ഒരു 10 മിനിറ്റും കൂടി ഇങ്ങനെ പോവുള്ളൂ എന്ന്. അതുകൊണ്ട് ഡോക്ടർ നാളെ വൈകുന്നേരത്തെ മുമ്പൊക്കെ നോക്കാന്ന് പറഞ്ഞേ. അങ്ങനെ ഓക്കെ, എന്നാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് പിന്നെ ഓപ്പറേഷൻ നടത്താമെന്നൊക്കെ തീരുമാനിച്ച് ഞാൻ വീട്ടിലെത്തി 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളുടെ മോൻ എന്നെ വിളിച്ച് ഭയങ്കര പ്രശ്നമാണ്, പിന്നെ നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് തന്നെ വരുമോ വെച്ച്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് നേരെ ഡോക്ടറെ അടുത്ത് കയറി സംസാരിച്ച് പറഞ്ഞു BP ഒക്കെ പറ്റ ഡൗൺ ആയിന് എന്ന് പറഞ്ഞു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂപ്പരെ അടുത്ത ബന്ധുക്കളിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് പിന്നെ മരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ നമുക്ക് എന്ത് അസുഖം വന്നാലും ഞാൻ പോണത് പരലോകത്തേക്കാണല്ലോ, അവിടെ ഞാൻ രക്ഷപ്പെടും, അള്ളയാണല്ലോ എന്നെ കാണുന്നത്. ആ തവക്കുല് നമുക്ക് ആക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ കുറിച്ചൊരു സ്വകാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മാത്രം അറിയുന്ന നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് മാത്രം അറിയണ, ഉമ്മാക്ക് അറിയണ ഒരു കുട്ടിയുണ്ട്, നമ്മളെ ഓമന പേര് വിളിക്കണ ഉമ്മാക്ക് അറിയണ ഒരു കുട്ടിയുണ്ട്, ഉപ്പാക്ക് അറിയുന്ന ഒരാളുണ്ട്, ഉസ്താദുമാർക്ക് അറിയണ ഒരാളുണ്ട്, ഗ്രൗണ്ടിൽ കളിക്കുന്ന കൂട്ടുകാർക്ക് അറിയുന്ന ഒരു നമ്മളുണ്ട്. പക്ഷെ നമുക്ക് മാത്രം അറിയുന്ന നമ്മളുണ്ട്. നമുക്ക് മാത്രം അറിയുന്ന നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് സമാധാനിക്കാൻ കഴിയാത്തൊരു പ്രശ്നം. നമ്മൾ സ്വന്തത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുകയാണെ, ഞാൻ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം നിങ്ങളോട്. എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. അപ്പം നമ്മൾ ഇരുളിലും വെളിച്ചത്തും ഒരേപോലെയാണ് നമ്മളെ ജീവിതം. പകലായാലും രാത്രിയായാലും നമുക്ക് ഒരേ സ്വഭാവമാണോ? നമ്മൾ പള്ളിയിലാകുമ്പോഴും സ്കൂളിലാകുമ്പോഴും ഒരേ വർത്താനാണ് നമുക്കുള്ളത്. പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ വന്ന കൂട്ടുകാരപ്പൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് അവിടെ സ്റ്റുഡൻസിൻ്റെ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള സ്വഭാവവും സ്കൂളിലെ കൂട്ടുകാരൊപ്പം ഇങ്ങനെ സ്കൂളിൻ്റെ വരാന്തി കൂടി ഇങ്ങനെ ചില കുട്ടികൾ കമൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും നമുക്ക് ഒരേ വർത്താനം ഒരേ സ്വഭാവമാണോ? നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരേപോലെയാണോ? രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരേപോലെയാണോ? ആൾക്കാരുടെ കൂടെ അപ്പം ഇന്ന് അൽഹംദുലില്ലാ രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഈ ഒരു സദസ്സിലാണ്. ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുന്ന നമ്മളും ഒറ്റക്ക് മൊബൈലിൻ്റെ അടുത്തിരിക്കുന്ന നമ്മളും ഒരേ സ്വഭാവമാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ മനസ്സ് നമുക്ക് തരുന്ന ഉത്തരം ചില പ്രശ്നമൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്നായിരിക്കും. ചില പ്രശ്നങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്.
ശരിക്കും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് നോക്കുക നിങ്ങൾ. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത് ആരെ അറിയോ? ഇപ്പം നമ്മൾ കാണാനുള്ളതൊക്കെ കണ്ടിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യും. നമ്മൾ വാട്സപ്പിൽ ഉമ്മാക്ക് ഇതാ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയും. നമ്മളെ ചാറ്റ് ഫുള്ള് ഇൻസ്റ്റഗ്രാമിലാക്കാരം. ഉമ്മാക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. നമ്മൾ മൊബൈലിൽ ഫുള്ള് നമുക്ക് അയക്കാനുള്ള എല്ലാ മെസ്സേജും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് നമ്മൾ വളരെ വിദഗ്ധമായിട്ട് ക്ലിയർ ചാറ്റൊക്കെ കൊടുത്ത് നല്ല കുട്ടിയായിട്ട് ഫോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഉമ്മാൻ്റെ മുന്നിൽ നമ്മൾ എത്ര നല്ല കുട്ടിയാ. അപ്പം നമ്മൾ ശരിക്ക് മറച്ചു വെക്കണത് ആരെടുത്തുന്ന? ഉമ്മാൻ്റെ അടുത്തുനിന്നും ബാപ്പാൻ്റെ അടുത്തുനിന്നും നാട്ടുകാരുടെ അടുത്തുനിന്നുമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ അറിയോ? യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും. ആളുകളുടെ അടുത്തുനിന്ന് അവർ മറച്ചു വെക്കും, പക്ഷെ അള്ളാന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കാൻ അവർക്ക് പറ്റൂല. നമ്മൾ ശരിക്കും 4 നമ്പർ ലോക്ക് ഇട്ടാല് നമ്മളെ ഫോണിന്റെ ഉള്ളിലുള്ളത് എന്താന്ന് ആരും അറിയില്ല. പക്ഷെ ആരറിയും? അള്ളാഹ് അറിയും. അള്ളാന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കാനുള്ള ഒരു ലോക്കും സംവിധാനം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പടച്ചോന്റെ അടുത്ത് ആരോടൊക്കെ ചാറ്റ് ചെയ്തത്, ആരോടൊക്കെ എന്തൊക്കെ ഡയലോഗാ പറഞ്ഞത്, നമ്മളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് ആരാണ്, നമ്മളുടെ ബെസ്റ്റി ആരാണ്, പിന്നെ നമ്മൾ ചാറ്റ് ചെയ്യണത് ആരോടൊക്കെയാണ്, ചാറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഡയലോഗുകൾ എന്തൊക്കെയാണ്, നമ്മൾ കാണുന്നത് എന്താണ്, നമ്മൾ ഉമ്മാനെ പറ്റിച്ച് കേൾക്കണത് എന്താണ്, നമ്മൾ ടൂറാന്നും പറഞ്ഞാണ് കൂട്ടുകാരൊപ്പം പോയിട്ട് ആ യാത്രയിൽ നമ്മൾ ചെയ്യണത് എന്തൊക്കെയാണ്, എല്ലാം കറക്റ്റായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മറച്ചു വെക്കാനുള്ള ഒരു സംവിധാനവും നമ്മളെടുത്തില്ല. അതുകൊണ്ട് നമ്മളുടെ എല്ലാ സ്വഭാവവും പെരുമാറ്റവും കാണുന്ന അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, രോഗം വരുമ്പോൾ പടച്ചോനേന്ന് വിളിക്കാൻ എങ്ങനെ നമുക്ക് കഴിയുക? നമുക്ക് അസുഖം വന്നു, ആ അസുഖത്തിന് ഇനി പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ നിസ്കാരപ്പായിൽ എങ്ങനെ ഇരുന്നാണ്ട് കയ്യും നീട്ടിയാണ്ട് പടച്ചോനെ എന്നെ കാത്തോളണേ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന രംഗം എന്താ അറിയോ? ആരോഗ്യമുള്ള അവസാനത്തെ ദിവസവും ഞാൻ കണ്ടത് എന്തായിരുന്നു? ഞാൻ ഏറ്റവും അവസാനം പോയ ടൂറ് പോലും ഞാൻ എന്തൊക്കെയാ ചെയ്തേ? പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോഴും ഗ്രൗണ്ടിൽ പന്തും തട്ടി നടന്ന ഞാൻ ഇപ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ പടച്ചോനെ എന്ന് വിളിക്കാൻ എനിക്ക് എന്താ അർഹതയുള്ളത്? ഇങ്ങനത്തെ ചില ചിന്ത നമ്മളെ മനസ്സിൽ തന്നെ വരും. അപ്പം നമുക്ക് വേദന വരുമ്പോൾ സന്തോഷമല്ല ഉണ്ടാകുക, പടച്ചോനെ ഇനിയൊക്കെ പിടുത്തം വിട്ടല്ലോ എന്ന് ചിന്തിക്കുക. മാത്രമല്ല ഇനി ചില സ്വഭാവങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് മുടി വെട്ടിയിട്ടുണ്ടാവും. ആ മുടി വെട്ടുന്നതിൽ മാത്രം അള്ളാന്റെ ശാപം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസഇനെ വിരോധിച്ചു എന്നാണ്. ഖസ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ് കേട്ടോ. അത് ഖസഇനെ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിച്ചു, എന്താണ് ഖസ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? യുഹ്ലഖു ബഅദു റഅസി സബിയ്യി വ യുത്രഖു ബഅദ്. കുട്ടികളുടെ മുടി വെട്ടുമ്പോൾ ചില ഭാഗത്തെ മുടി കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുക്കുക, ചില ഭാഗത്തെ മുടി അങ്ങനെ തന്നെ നിർത്തുക. ഇങ്ങോട്ട് ഇങ്ങനെ നല്ല സുജായി ആയി ഇങ്ങനെ നടക്കുക, പടച്ചോന്റെ ശാപവും പേറിയിട്ടേ. ഇങ്ങോട്ട് രോഗം വരുമ്പോൾ പടച്ചോനെ മാറ്റി തരണേന്ന് പറയാം, പ്രയാസം വരുമ്പോൾ അള്ളാഹ് എന്നെ കാത്തോളണേന്ന് പറയാം. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് പടച്ചോൻ പറഞ്ഞു ഇങ്ങനെ മുടി വെട്ടരുത്. അതിനിപ്പോ അങ്ങനെ മുടി വെട്ടി എന്താ? ചില ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡയലോഗ് എന്താ അറിയോ? പിന്നെ ഞാൻ ഓൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുവോ, പിന്നെ ഞാൻ ഇങ്ങനെയാണ് മുടി വെട്ടുമ്പോൾ ഇവിടെ ലോകം ഒക്കെ അവസാനിക്കുമോ, ഇങ്ങനത്തെ കുറച്ച് ഡയലോഗും പറഞ്ഞാണ്ട് തോന്നിയ മാതിരിയൊക്കെ മുടിയും വെട്ടി ഇങ്ങനെ നടക്കും. എന്നിട്ട് എവിടെയെങ്കിലും കാലും തട്ടി വീണുകാണ്ട് 2 കയ്യുമേ കമ്പിയൊക്കെ ഇട്ടുകാണ്ട് മര്യാദ ടോയ്ലറ്റ് പോയാൽ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉമ്മ ഇങ്ങനെ ഡോറിങ്ങ കാവലും നിൽക്കേണ്ട അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പടച്ചോൻ ഇതൊന്ന് വേഗം മാറ്റി തരണേന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് പടച്ചോൻ പറഞ്ഞ് കേട്ടണം നമ്മൾ. പിന്നെ നമുക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയാം? ആ മുടി വെട്ടുന്നിടത്ത് പോലും അള്ളാൻ്റെ ഒരു നിയമം പാലിക്കാൻ പറ്റാത്ത, സംസാരിക്കുമ്പോൾ പടച്ചോൻ പറഞ്ഞ എല്ലാ അതിരും വരമ്പും ലംഘിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റക്കൊരു റൂമിൽ ഇരിക്കാൻ പാടില്ല. നമ്മൾ ശരിക്ക് ഒറ്റക്കൊരു റൂമിലൊന്നല്ല ഇരിക്കണേ, ഓളെ പെരയത്തെ റൂമിലാണ്, നമ്മളെ പെരയത്തെ റൂമിലാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു റൂമിൽ ഇരിക്കണതിനേക്കാളും സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ചാറ്റ് ചെയ്യണ മാതിരിയാണ് അല്ലേ? ശരിക്കും ഒരു റൂമിലിരുന്ന് വർത്താനം പറയുമ്പോഴും കൂടി നമ്മളെ മനസ്സിലുണ്ടാവും അപ്പുറത്തെ ഡോറിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞതും എഴുതിയതും നമ്മളെ കോഡ് ഭാഷയിൽ അടിച്ചു കൊടുത്തതൊക്കെ ഓൾക്കും ഞമ്മക്കും മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും വ്യക്തമായിട്ട് മനസ്സിലാവില്ല അള്ളാഹ്ക്ക്. ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്ന്
നമ്മളെ കൂടെ പഠിക്കണോലൊക്കെ ഉഷാറായിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മളപ്പാക്ക് അങ്ങനത്തെ ഒരു സാധനം ഒന്നും നമുക്ക് ചെയ്തു തരാൻ പറ്റാതെ അങ്ങനെ പ്രയാസപ്പെട്ട് വെക്കുമ്പോൾ പടച്ചോനെ ഞങ്ങൾ പ്രയാസം നീക്കി തരണ നീ അള്ളഹാനോട് നമ്മളെങ്ങനെ പറയാം? വേറെ ചില ആളുകൾ എങ്ങനെ അറിയോ? അവരുടെ വസ്ത്രത്തിലേക്ക് എടുത്തു നോക്കിയാൽ നരകം വാങ്ങുന്ന വസ്ത്രം ധരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. നരകം വാങ്ങുന്ന വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ജറ സൗബഹു ഖയല ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. നെരിയാണിക്ക് താഴെ ഡ്രസ്സ് വലിച്ചിങ്ങനെ നടക്കുന്ന ആൾ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാമെന്നല്ല, പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ ചില ആൾക്കാരെ പാൻറ് ഇങ്ങനെ നോക്കിയാണ്. രണ്ടാൾക്കൊക്കെ കയറിക്കാൻ പറ്റണ ഒരു പാൻറ്റല്ലേ ഇപ്പോൾ അല്ലേ? ഒരു പാൻറ് എടുത്ത ഏട്ടനും അഞ്ചനും ഒക്കെ പാടെ ഒന്നിച്ച് വേണമെങ്കിൽ കയറാൻ പറ്റണവര് അല്ലേ? ഇവിടെ ആ പാൻറ് ഇട്ടുകൊണ്ട് ഇവിടെ ഫുള്ളാണ് ക്ലീൻ ചെയ്ത് ചില ആൾക്കാർ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടായി. നല്ല സുഖമാണ്. അങ്ങനത്തെ 4 ആളത് കൂടിയാണ് നടത്തിയാൽ ഓഡിറ്റോറിയം ഫുള്ളാണ് ക്ലീൻ ആവും. വലിച്ചിങ്ങനെ നടക്കുകയാണ്. നല്ല സുഖമല്ലേ? അടിച്ചു വരാനൊന്നും ചേച്ചിമാരൊന്നും ഏൽപ്പിക്കേണ്ട ആവശ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? പരലോകത്ത് പടച്ച് നമ്മളെ പരിഗണിക്കല്ല. അങ്ങനത്തെ ഡ്രസ്സും ധരിച്ചാണ് ഇങ്ങനെ വരാന്തി കൂടി പോകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നല്ല ഡയലോഗൊക്കെ അടിക്കും. അടിപൊളി കേൾക്കണം കേട്ടോ എന്നൊക്കെ പറയും. ശരിക്കും സത്യത്തിൽ നമ്മളെ ചില കൂട്ടുകാരന്മാർ നമ്മളെ വിദഗ്ധമായി പറ്റിക്കും. നമ്മൾ ട്രയൽ റൂമിൽ നിന്ന് ഈ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് എങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ കറക്റ്റാണൊക്കെ പറഞ്ഞുണ്ടാക്കിയ പോലത്തെ പാൻറ് അത്. അപ്പം നമ്മളും തന്നെ നമ്മൾ കുഞ്ഞാപ്പ് പോയി കണ്ട് എന്നാ തന്നെ എന്നിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞപ്പോൾ വേഗം കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് അതും വലിച്ച് നമ്മളങ്ങാടി കൂടി ഇങ്ങനെ നടക്കും. മരിച്ച വരേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കാക്കാരൊക്കെ ഇങ്ങനെ നോക്കി, എന്താ ഈ കുട്ടിൻ്റെ വാപ്പയല്ലേ ഇവിടെ മരിച്ചെടുക്കണേ, ഇടവും വരുന്ന കോലാപ്പത്. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു ചർച്ച പെരയിൽ നടക്കുകയാണ്. അപ്പം നമ്മളെ ആൾക്കാരൊക്കെ മധ്യസ്ഥന്മാരൊക്കെ ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ അത് ഇവിടുത്തെ കുട്ടിയാ ഇങ്ങനെ നോക്കും. ഇനി അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കിയാൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷെ അള്ളാഹ് നമ്മളെ നോക്കൂല. പരലോകത്ത് അള്ളാഹുവിൻ്റെ പരിഗണന കിട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ഇനി വേറെ ചില ആൾക്കാരെന്താ അറിയോ? ഓലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് പറയുന്നത് ഷെയ്ത്താന്റെ ശബ്ദക്കാരം. ഷെയ്ത്താന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിന് മ്യൂസിക് അല്ലേ? ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ല നിങ്ങൾ? എത്ര ചെറിയ കുട്ടികൾ 2-3 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. റോട്ടിൽ കൂടി അനൗൺസ്മെന്റ് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ പാട്ടണ് കേട്ട അപ്പൊ പിന്നെ നേരക്കാൻ പറ്റൂല. അങ്ങനെ ആയിട്ടുള്ളൂ. പാട്ടണ് തുടങ്ങിയ, അതായത് എന്ത് പരിപാടിയും വിജയിക്കണമെങ്കിൽ അന്തം വിട്ട് ചാടണം എന്നാണ് ചില ആൾക്കാരെപ്പത്തെ ധാരണ. സ്കൂളിലൊരു ഫംഗ്ഷൻ വെച്ചു, പുതിയ കുട്ടികളൊക്കെ വരികയാണ്. അപ്പോൾ ഓലൊക്കെ നമ്മൾ സ്വീകരിച്ച് ആദ്യമായിട്ട് നമ്മളെ സ്കൂൾക്ക് വരികയല്ലേ, അപ്പോൾ ഓലെ സ്വീകരിക്കണം. പക്ഷെ ആ പരിപാടി കളറാണെങ്കിൽ നമ്മളൊരു പൊട്ടത്തരാണ്. എന്തോ നമുക്ക് തിരിയാത്ത കുറേ ഒച്ചയും വിളി ഇട്ടാണ് 4 ചാട്ടം ചാടി ശബ്ദം മുഴുവൻ പോയി കുപ്പായത്തിൽ കൂടെയൊക്കെ എന്തോ കളറാക്കിയ പരിപാടി ഉസാറായിട്ടോ. എന്തു സാറ്, നമ്മൾ ശൈത്താന്റെ ആൾക്കാരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഈ ലോകം അവസാനിക്കണ സമയത്ത് ചില ആൾക്കാർ വരും. അവരുടെ സ്വഭാവം എന്താ അറിയോ? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. 4 കാര്യമാണ് പറഞ്ഞേ. വ്യഭിചാരം ഏറ്റവും വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ്. അവസാന കാലവും പോലും അറിയാം, അതൊന്നും പ്രശ്നമല്ല അറിയും. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പട്ടിന്റെ ഡ്രസ്സ് ഇവിടുന്ന് ധരിക്കാൻ പറ്റൂല, നാളെ സ്വർഗത്തുനിന്ന് പടച്ചോൻ തരും. അതിനും കുഴപ്പമില്ല, അതിപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെ പ്രശ്നമില്ലടാ എന്നറിയും. നമ്മൾ ഭയങ്കര ഫത്ത് കൊടുക്കണ ആൾക്കാരോ. പിന്നെ കള്ളുടിക്കാല് പണ്ടത്തെ കാലത്തൊക്കെ ഒരു കള്ളും കുപ്പി നമ്മളെ റോഡ് സൈഡ് കിടക്കണ എന്താ തന്നെ എന്താ നമ്മളെ നാടിൻ്റെ ഒക്കെ അവസ്ഥ എന്നറിയും. ഇന്നോ ഇന്നിപ്പോൾ എന്തൊക്കെയോ ആൾക്കാർ നമ്മളുണ്ടാവില്ല അങ്ങനത്തെ. എന്നാലും കാണാ നമ്മളെ നാട്ടിലത്തെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കണം. ഓൻ എവിടെ നിൽക്കണമെന്ന് എനിക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇതേമാതിരി സംഗീതം, മ്യൂസിക്, അതിൻ്റെ കൂടെ ഇങ്ങനെ തുള്ളുക ചാടുക. അപ്പൊ ഇത് ശൈത്താന്റെ ശബ്ദമാണ്. ആ ശൈത്താന്റെ ശബ്ദത്തിന്റെ കൂടെ ജീവിക്കുമ്പോൾ പടച്ചോനെ എങ്ങനെ നമ്മളെ പരിഗണിക്കുക? അതുകൊണ്ട് ഇത്തരം എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ ഭാഗവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. നല്ലൊരു ഭക്ഷണം കിട്ടി ആസ്വദിച്ച് കഴിച്ചു പോന്ന് നാളെ ചിലപ്പോൾ ഭക്ഷണം കിട്ടണ അവസ്ഥ തന്നെ ആയിക്കൊള്ളുന്നില്ല. എനിക്കറിയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിലെ ആദ്യം 2 നില വീടൊക്കെ വന്നത് മൂപ്പരൊക്കെ കരണ്ടായിട്ടുണ്ടാകും. അത്ര സാമ്പത്തിക സ്ഥിതി ഉണ്ട്. പക്ഷെ മൂപ്പരാണ് സുബൈസ്കാരം കഴിഞ്ഞാൽ ചെരുപ്പും കൂടി ഉണ്ടാകാതെ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കണേ. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബീഫ് വാങ്ങി തിന്നാനുള്ള പൈസ ഒന്നുമല്ല. മൂപ്പർക്ക് വേണമെങ്കിൽ ഒരു മൂരിക്കുട്ടനെ കൊടുന്ന് അറുത്ത് വെച്ച് തിന്നാൽ മാത്രമുള്ള സാമ്പത്തിക ശേഷി ഉണ്ട്. പക്ഷെ മൂപ്പരടക്കം ഇങ്ങനെ കയ്പൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കും. പൈസ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് എന്തായാലും തിന്നാൻ പറ്റും നമുക്ക് ഇവിടെ. ഇന്ന് നമുക്ക് തിന്നാൻ പറ്റുമ്പോൾ ഭക്ഷണം കഴിക്കണേന് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ നാളെ നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും അൽഹംദുലില്ലാ എനിക്ക് പ്രശ്നമല്ല എന്ന് പറയണമെങ്കിൽ നമ്മളെ ഉള്ളിൽ തിന്മകളില്ലാതെ ആവണം. നമുക്ക് രോഗം വന്നാലും ഇതൊക്കെ ശരിയാവും, പടച്ചോൻ എൻ്റെ രോഗം മാറ്റി തരുന്ന്
ഉറച്ച് നമുക്ക് ധൈര്യമായി ആ രോഗത്തെ നേരിടാൻ പറ്റണമെങ്കിൽ നമ്മളെ ഉള്ളത്തെ എല്ലാ തിന്മകളും നമ്മൾ എടുത്തു കളയണം. ചില ആൾക്കാർ സ്റ്റുഡൻസിന്റെ പരിപാടിക്കൊക്കെ വരുമ്പോൾ നല്ല ഉഷാറാകാരം, അതേ നമ്മൾ തന്നെ കാണാം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ സ്വഭാവം ആകണം മാറും. അങ്ങനത്തെ അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള ചില പരിഹാരം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നെന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സ്വലാ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക, കറക്റ്റ് നിസ്കരിക്കുക. ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാ നമ്മളെ മദ്രസ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ പോയി, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അങ്ങനെ പോയി, കോളേജിൽ പോകുന്നവർ അങ്ങനെ പോയി, നമ്മളെ പഠനത്തിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ ലോഹർ ബാങ്ക് കൊടുത്ത് നമ്മൾ ലോഹർ നിസ്കരിക്കാൻ പോയി. നമ്മൾ നിസ്കാരം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തിന്മയും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. നമുക്ക് സാധാരണ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ, ഏതെങ്കിലുമൊക്കെ ടീൻ സ്പേസിനോ പിന്നെ അതുപോലെ തന്നെ CREയുടെ വലിയ സംഗമങ്ങൾക്കോ സ്റ്റുഡൻസിൻ്റെ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ വന്നിങ്ങനെ പോകുമ്പോൾ നമ്മളെ മനസ്സ് തീരുമാനിക്കും, ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യൂല കേട്ടോ, ഇങ്ങനത്തെ ഒന്നും ഞാൻ കാണൂല. അന്ന് വൈകുന്നേരം കണ്ടില്ല, പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴും കണ്ടില്ല, പിന്നെ വൈകുന്നേരം ആയപ്പോഴോ നമ്മളെ സ്വഭാവം മാറി. നമുക്ക് അങ്ങനെ നമ്മൾ നന്നാവണം എന്ന് പറഞ്ഞിട്ട് അതിന് കഴിയാത്ത എന്തുകൊണ്ടാ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ തിന്മകളൊക്കെ മാറ്റി വെച്ച് പടച്ചോനെ മരിക്കുമ്പോൾ ഒരു നല്ല കുട്ടിയായിട്ട് എനിക്ക് മരിക്കണം എന്ന് വിചാരിക്കണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നിസ്കാരം കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിസ്കാരം എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുന്നതാണ്. രണ്ടാമത്തെ ഒന്ന് ഞാൻ വെറുതെ ചോദിക്കുകയാണേ, ജീവിതത്തിൽ ഒരു 5 സുന്നത്ത് നോമ്പെങ്കിലും എടുത്ത ആൾക്കാരൊന്ന് കൈ എന്തിച്ചാന്, 5 സുന്നത്ത് നോമ്പെങ്കിലും എടുത്ത്. മാഷാ അല്ലാഹ് നല്ല കുട്ടികൾ കേട്ടോ. ശരിക്കും ഒരു റമദാൻ കഴിഞ്ഞാൽ തന്നെ തൊട്ടുടനെ തന്നെ നമ്മളെ കൈതാത്തിട്ടോള്. എത്ര സുന്നത്ത് നോമ്പുണ്ട്? 6 നോമ്പുണ്ട്. ഈ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മാശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. യുവാക്കളെ, നിങ്ങൾ സമയമായ കല്യാണം കഴിക്കണം. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 ഗുണമുണ്ട്. ഒന്ന്, നിങ്ങളുടെ എല്ലാ സ്വകാര്യമായി ചെയ്യുന്ന തിന്മകളൊക്കെ ഇല്ലാതാക്കാനും നിങ്ങളുടെ കണ്ണ് അനാവശ്യ കാര്യങ്ങൾ കാണാതിരിക്കാനൊക്കെ നിങ്ങളെ സഹായിക്കും. ഇനി അതിനൊരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ, വമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം. കല്യാണം കഴിച്ച് കണ്ണിനെ നിയന്ത്രിക്കാനും സ്വകാര്യത നിയന്ത്രിക്കാനൊന്നും കഴിയാത്തോല് നോമ്പെടുത്തോട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നോമ്പെടുക്കുമ്പോൾ നമുക്ക് കുറേ തിന്മയിൽ നിന്ന് വിട്ടേക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളൊരു തിങ്കളാഴ്ച ഒരു വ്യാഴാഴ്ചയൊക്കെ ഉമ്മയൊക്കെ നോമ്പെടുക്കണ്ടാവും, ഉമ്മാന്റെ കൂടെ നോമ്പെടുക്കുക. വേറൊരു പരിഹാരം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. കഴിഞ്ഞ റമദാനില് 30 ജുസു ഓതി തീർത്ത ആൾക്കാരും എന്തിച്ചാണ്, 30 ജുസു ഓതി തീർത്തവര്. ശരിക്ക് ഒരു റമദാനിൽ നമുക്ക് ഖുർആൻ ഓതി തീർക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താ, ഒരു ദിവസം എത്ര പേജ് ഓതണോ, ഒരു ദിവസം എത്ര പേജ് ഓതണോ, 2 പേജോ, 22 20 പേജ് ഓതിയായിരിക്കും. 20-21 പേജ് ഒരു ദിവസം ഓതിയായി. ഒരു ദിവസം 20 പേജ് ഖുർആൻ ഓതണമെങ്കിൽ അതിനുള്ള ഐഡിയ എന്താ, 5 നേരത്തെ നിസ്കാരവും കഴിഞ്ഞിട്ട് 5 നേരത്തെ നിസ്കാരത്തിനോടും ഒപ്പം 4 പേജ് ഓതുക. അപ്പൊ 20 പേജായില്ലേ. അപ്പൊ 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയത്ത് 4 പേജ് ഓതുക പറഞ്ഞാൽ ചിലപ്പോൾ നിസ്കരിക്കാൻ വന്ന് ഈ ഇഖാമത്ത് കൊടുക്കാൻ കുറച്ച് സമയമുണ്ട്, അപ്പൊ 2 പേജ് ഓതുക. നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഓതുക. ചിലപ്പോൾ നമുക്ക് ലോഹറിന് അങ്ങനെ കഴിയൂല, സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ വന്നിട്ടുണ്ടാകുക. അപ്പൊ സുബഹിക്ക് കുറച്ചധികം ഒരു 6 പേജൊക്കെ അവിടെ ഓതി വെക്കുക. എത്ര സിമ്പിളായിട്ട് ഒരു മാസം കൊണ്ട് നമുക്ക് ഖുർആൻ ഓതി തീർക്കാൻ പറ്റൂ. ഖുർആനിന്റെ പ്രത്യേകത എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബ്ശിറൂ എന്ന് പറഞ്ഞു. സഹാബിമാരോട് വന്നിട്ട് അബ്ശിറു പറഞ്ഞു, നിങ്ങൾ സന്തോഷിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലെ സന്തോഷിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ, ഫഇന്ന ഹാദൽ ഖുർആൻ തുർഫഹു ബിയദില്ല വതുർഫഹു ബിഐദീകും. ഈ ഖുർആനിന്റെ ഒരു തല ഒരറ്റം അള്ളാന്റെ കയ്യിലാണ്, അതിന്റെ അടുത്ത അറ്റം നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾ ആ രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഈ റോട്ടിൽ കൂടി നടന്നു പോണ കുട്ടി ഉമ്മാന്റെ കയ്യുമ്പോ അങ്ങനെ മുറുകെ പിടിച്ച്, അല്ലെങ്കിൽ ഉപ്പാന്റെ കയ്യുമ്പോ അങ്ങനെ മുറുക്കെ പിടിച്ച് നടക്കുമ്പോൾ അതൊരു സുരക്ഷയല്ലേ? എന്ന പോലെ പടച്ചോന്റെ അടുത്താണ് ഈ ഖുർആനിന്റെ ഒരു തല അള്ളേന്ന് പിടിച്ചനെ, അടുത്ത അറ്റം നിങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഓതണം, നിങ്ങൾ പഠിക്കണം. ഇടയ്ക്കൊക്കെ ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ വാപ്പാന്റെ കൂടെയൊക്കെയോ ചില ക്ലാസ്സിനൊക്കെ പോകണം. CREയിൽ എടുത്തിരുന്ന ഖുർആൻ ആയത്തുകളൊക്കെ പഠിക്കണം. അപ്പൊ നമുക്ക് നല്ല കുട്ടിയാൻ പറ്റും. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. നമ്മൾ പഠിച്ച ഇന്നിപ്പോ ഇവിടെ
ഞാനിവിടെ കയറുന്നതിൻ്റെ മുമ്പ് മാജി അവതരിപ്പിച്ച ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ്. ഇനി നിങ്ങളെ ശാഖകളിൽ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. എന്താ നമുക്ക് അതിന് കിട്ടുന്ന കൂലി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ, ഒരു നന്മ ഒരാൾ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്ര? ആ ചെയ്യുന്ന ആളുടെ അതേ കൂലി പറഞ്ഞു കൊടുത്ത ആൾക്കും കിട്ടും. നമ്മൾ ഒരാൾക്ക് ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ചെയ്യുന്നവൻ്റെ അതേ കൂലി പറഞ്ഞു കൊടുത്തവനും കിട്ടും. ഇപ്പം നമ്മളിന്ന് കുറേ കാര്യം പഠിച്ച്, എടാ ഇനി നമ്മൾ നിസ്കരിക്കാൻ നടക്കണമെന്നും ശരിയല്ല. നാളെ പോയിട്ട് സ്കൂളിലെ കൂട്ടുകാരനോട് നമ്മൾ പറഞ്ഞാൽ ഓന് എന്നാൽ ശരി, നമുക്ക് ഇവിടെ തൊട്ടടുത്ത് പള്ളി ഉണ്ടല്ലോ, നമുക്ക് പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഓൻ നിസ്കരിച്ചതിൻ്റെ കൂലി ഓനിക്ക് കുറയാതെ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ കുറേ കാര്യങ്ങളോട് പറഞ്ഞ്, ഇനി ബാലസമ്മേളനം നടക്കണം, ഇനി നമുക്ക് ക്യാമ്പസ് കോൺഫറൻസുകൾ വരാണ്ട്, അപ്പോൾ ആ ഏജുള്ള ആൾക്കാരൊക്കെ അതിനു വേണ്ടി ഇറങ്ങണം. ഇനി CREയുടെ വലിയ മീറ്റ് വരാണ്ട്, ശാഖയിൽ പിന്നെ പ്രത്യേകമായ ചില പ്രോഗ്രാമുകൾ, ശാഖാ സംഗമങ്ങൾ, ദിശകളൊക്കെ വരാണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ദിശയിൽ ആ നമ്മളടുത്ത പേരിൽ കൂടെ ഒക്കെ ഇറങ്ങി നമ്മളെ പ്രായമുള്ള കുട്ടികളൊക്കെ ഒന്ന് വിളിച്ച് വന്നിരുത്ത്. അപ്പോൾ അവിടെ ഉമ്മാനോടുള്ള ബാധ്യതയെക്കുറിച്ചൊക്കെ ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത്. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു കൂട്ടുകാരന് ഉമ്മ എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഓൻ ആ ക്ലാസ്സിൽ ഇങ്ങനെ കണ്ണു നിറച്ച് പഠിച്ചോനെ ഞാൻ എൻ്റെ ഉമ്മാനോട് എന്തൊക്കെയാണ് ചെയ്തേ. നേരെ ഓൻ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഉമ്മാൻ്റെ കയ്യും പിടിച്ച് ഉമ്മച്ചിയെ എനിക്ക് പുറത്ത് തരണട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് ഈ ഫോണിൽ അനാവശ്യം കാണുന്നതും ചീത്ത കാര്യങ്ങൾ കാണുന്നതും നമുക്ക് അർഹതല്ലാത്ത ആൾക്കാരോട് ഇങ്ങനെ മെസ്സേജ് അയച്ചും ചാറ്റ് ചെയ്തും നമ്മളെ നന്മകൾ ഇല്ലാതാക്കുന്നതൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല കുട്ടികളായി ഇനി അങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്തുള്ള തിന്മകളെ മാറ്റി വെച്ച് നമ്മുടെ നിസ്കാരം ക്ലിയറാക്കി ഈ പറഞ്ഞ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് പ്രയാസങ്ങളെയും ആസ്വദിക്കാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ വീഡിയോയിലെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും സന്തോഷമാണ് എനിക്ക് എന്ന് പറഞ്ഞ ആ കുട്ടിയെപ്പോലെ എല്ലാ സമയത്തും സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.